ഭ്രമയുഗം മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം എല്ലായിടത്തും സിനിമ റിലേറ്റഡ് ആയിട്ട് ചർച്ച നടക്കുന്ന എല്ലാ സ്പേസിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഭ്രമയുഗവും അതിലെ നമ്മുടെ മമ്മൂക്കാൻ്റെ ആ ഒരു ചിരിയാണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് അർജുൻ അശോകിൻ്റെ ആ ഒരു റോളിനെ കുറിച്ചിട്ടുമാണ്. കാരണം മമ്മൂക്കാൻ്റെ ഒപ്പം തന്നെ പോസ്റ്ററിൽ മമ്മൂക്കാൻ്റെ ബാക്കി തലയായിട്ട് കാണുന്നത് അർജുൻ അശോകനെയാണ്. സോ അർജുൻ അശോകൻ്റെ ഈ മലയാളം സിനിമയിലെ ഒരു കരിയറിൽ തന്നെ ഏറ്റവും വലിയ സിനിമ ലൈഫിൽ തന്നെ പോട്ടെ, മലയാളത്തിന് പോട്ടെ, മലയാളം സിനിമ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റോള് എല്ലാം ഡിസ്കഷനിലാണിപ്പോൾ. അപ്പോൾ ഇന്നലെ ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്ത് നമ്മുടെ മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രീ കൺസീവ്ഡ് നോഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമാക്കാർ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ നടത്തുന്ന പ്രീ പ്രമോഷൻ വർക്ക് മൂലം ബാക്കി വ്യൂവേഴ്സിൻ്റെ ഇടയിലേക്ക് കിട്ടുന്ന ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി, മാസമായിരിക്കാം, ക്ലാസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ആ ഒരു സംഗതി വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് വളരെ ഒരു പ്ലെയിൻ മൈൻഡഡ് ആയിട്ട് വന്നാൽ മതി. വൻ ഹൊറർ വിചാരിച്ചോ അല്ലെങ്കിൽ വൻ മാന്ത്രികത വിചാരിച്ചോ ഒന്നും വരണ്ട. അത് മമ്മൂക്ക തന്നെ പറയാണ്. ഇറ്റ്സ് വെരി ഗുഡ് തിങ് ആക്ച്വലി. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആക്ച്വലി. കാണാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം. എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു മുൻവിധികളും ഇല്ലാതെ ഇത് ഭയപ്പെടുത്തുമോ, നിങ്ങൾ ഞെട്ടിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ, വിഭ്രമിപ്പിക്കുമോ, സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെപ്പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക. ഇത് ഭയപ്പെടുത്തുമെന്നോ ഭീതിപ്പെടുത്തുമെന്നോ ആകുലപ്പെടുത്തുമോ വ്യാകുലപ്പെടുത്തുമെന്നോ ഞാൻ പറയുന്നില്ല. ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള സിനിമയിലത്തെ ഒരു ആദ്യാനുഭവമായിരിക്കും. കാരണം കണ്ട, അതായത് പറഞ്ഞു വെച്ചു ആദ്യം തന്നെ വന്നിട്ട് ഇതൊരു അപാര സിനിമയായിരിക്കും, മലയാളത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റുള്ളൊരു സിനിമയായിരിക്കും, വൺ ഓഫ് എ കൈൻഡ് മൂവി, അടയാളപ്പെടുത്തുക കാലമേ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സിനിമ എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ തള്ളുവാദങ്ങളൊന്നുമില്ല. ഇതൊരു വളരെ കൂൾ ആൻഡ് കാമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യമേ പറയുകയാണ് നാട്ടുകാരോട്. കാരണം ഇപ്പോൾ ഭയങ്കര പേടിയാണ് ആക്ച്വലി. കാരണം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരാൾ വന്ന് തള്ളിയാൽ മതി. ആ തള്ളിൻ്റെ 100% കുറഞ്ഞു പോയാൽ പെട്ടടേ. ഈ സിനിമയുടെ ഡയറക്ടർ പറയുന്നത് നോക്കാം, രാഹുൽ, ഭൂതകാലത്തിൻ്റെ ഡയറക്ടർ. കാലം ആക്ച്വലി ഒരു പാരനോർമൽ സ്പേസിൽ പെട്ട ഒരു ഫിലിമാണ്. പക്ഷെ ഭ്രമയുഗം എനിക്ക് അത്ര പേടിപ്പിക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹൊറർ. വേറെ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു ഇറ്റ്സ് മോർ ഓഫ് എ മിസ്റ്ററി ആൻഡ് ത്രില്ലർ ഫിലിം. അങ്ങനെ പേടിപ്പിക്കാനുള്ള ഒരു ഇന്റൻഷൻ അത്രമാത്രം ഭൂതകാലം കൊണ്ടൊരു ഇത് കാണുമ്പോൾ മേ ബി വിചാരിക്കും ഓക്കെ യുനോ ഫസ്റ്റ് നമ്മൾ ഈ പോസ്റ്റർ ലോഞ്ച് ചെയ്തപ്പോഴും ട്രെയിലർ ഇറക്കിയപ്പോഴും ദാറ്റ്സ് ദ ഇനീഷ്യൽ റിസപ്ഷൻ ദാറ്റ് വി ഗോട്ട്. ഈ പടം പ്രമേഹം ഭയങ്കരമായി പേടിപ്പിക്കുന്നു. ബട്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹൊറർ. നമുക്കടുത്ത് കഥ പറഞ്ഞു, അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിന്റെ പ്ലോട്ടും ഇറ്റ്സ് എ പ്ലോട്ട് ഡ്രിവൻ ഒരു ക്യാരക്ടർ ഓറിയന്റഡ് ഒരു സ്റ്റോറി, ഒരു നറേറ്റീവ് ആണ്. സോ മേ ബി പറഞ്ഞ പിച്ച് ചെയ്ത് പറഞ്ഞ നമുക്ക് ഓക്കെ ചെയ്യാം. പിന്നെ എനിക്ക് ആകെ 3 words ആയിരുന്നു ഉള്ളത് നമുക്കടുത്ത് പിച്ച് ചെയ്യുമ്പോൾ. ഇറ്റ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഒരു പീരിയഡ് സെറ്റിംഗ് ആൻഡ് ഒരു വെരി യുണീക്ക് ക്യാരക്ടർ. ഡയറക്ടറും ദ സെയിം ലൈൻ. അതായത് നിങ്ങളിതൊരു വൻ സംഭവം എന്ന് വിചാരിച്ച് കയറി കഴിഞ്ഞാൽ പണി പാടും. ഭൂതകാലം പോലെ ഭയങ്കര പേടിക്കാമെന്ന് വിചാരിച്ച് കയറിയിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ നോർമലായിട്ട് വാ, ഇത് വേറെ കൈൻഡ് ഓഫ് മൂവിയാണ്. ഓക്കെ, അപ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ തിയേറ്ററിൽ വരുമ്പോൾ തന്നെ പ്രേക്ഷകർ ആ ഒരു പ്രീ കൺസീവ്ഡ് സാധനത്തിൽ നിന്ന് മാറിക്കോളും. ഓക്കെ, കാരണം ഇപ്പം തന്നെ കണ്ടവർക്ക് മമ്മൂക്ക പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്നും വേണ്ടേ വാടേ വന്നിട്ട് പോടേ എന്നുള്ള ലൈനാണ്. അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും നിങ്ങളും ഒക്കെ ഇന്നലെ കണ്ട ഒരു
ട്രെയിലറും ആ ഒരു ചിരിയും മതി നമ്മുടെ ഇവിടെ കിടന്ന ആ ഒരു പ്രതീക്ഷ ഇവിടെ എത്താൻ. അതിലവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി. കാരണം ഇവരുടെയൊക്കെ ഫാൻ ബേസും ഇവരെ പ്രതീക്ഷിച്ച് നമ്മളെ അവരെ മമ്മൂക്ക സിനിമ, ലാലേട്ടൻ സിനിമ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെ മനസ്സൊക്കെ ഒരു സ്റ്റെപ്പ് ഒരു പൊട്ടിക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഇവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിൽക്കും. പക്ഷേ സ്റ്റിൽ അവർ പറയാനുള്ളത് അവർ പറഞ്ഞു, ദാറ്റ്സ് ഗുഡ്. ഞാൻ അർജുൻ അശോകൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ആദ്യം പറയാനുണ്ടായിരുന്നൊരു കേസ്. ഒന്ന്, ഇന്നലത്തെ ട്രെയിലറിനകത്ത് അർജുൻ അശോകൻ ഒരു മെയിൻ സാധനം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അതാണ് മെയിൻ, അർജുൻ അശോകനാണ് മെയിൻ എന്നുള്ളത് മനസ്സിലായി. ചുറ്റിപ്പറ്റി ഇങ്ങനെ പോവുകയാണ് അർജുൻ അശോകനെ. എനിക്ക് തോന്നുന്നു മമ്മൂക്ക കമ്മിങ് ഗോയിങ് അങ്ങനെയായിരിക്കും മമ്മൂക്കാൻ്റെ ക്യാരക്ടർ. ഈ ക്യാരക്ടർ ആദ്യം ചെയ്യാൻ ഇവർ അപ്രോച്ച് ചെയ്തത് ആസിഫ് അലിയെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അങ്ങനെ എന്താ ലൈക്ക് ടൈമില്ലാത്തത് കൊണ്ടും വേറെ ഷൂട്ടിൻ്റെ ഇതുള്ളത് കൊണ്ടും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ആസിഫ് അലി പറഞ്ഞത്. വലിയ മിസ്സായിപ്പോയി ആസിഫ് അലി മാൻ, വലിയ മിസ്സ്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മനുഷ്യൻ്റെ മലയാളത്തിലെ എല്ലാവരും തിരിച്ചുവരവിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാൻ പറയുമ്പോൾ തന്നെ തിരിച്ചുവരവൊന്നുമില്ല ചെങ്ങായിമാർ, നമ്മളങ്ങനെ പറയൂലോ, എന്നാലും വാക്കുകൊണ്ട് പറയുമല്ലോ, അയാൾ ആ നടൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു അങ്ങനെ എന്നൊക്കെ. ആസിഫ് അലീൻ്റെ ഒരു സാധനം കാണാനോ അല്ലെങ്കിൽ ഒരു ആസിഫ് അലി ഒരു അഭിനയിച്ചൊരു ആ ഒരു സംഗതി വരാനും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ആസിഫ് അലി ഈ റോള് മിസ്സായിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിസ്സാണത്. ആസിഫ് അലി അടുത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടാ. നമ്മൾ പല സമയത്തും ഈ പരീക്ഷണ സിനിമകൾ, സോക്കോൾഡ് പരീക്ഷണ സിനിമകൾ എന്ന് പറയുന്നതിനോടൊരു പേടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേടി മാറ്റി തന്നൊരു ക്യാപ്റ്റൻസിയാണ് ശരിക്കും മമ്മൂക്ക അത്തരത്തിലുള്ള സിനിമകളിൽ. ഇപ്പം നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഡയറക്ടറിൻ്റെ ഞാനായിരുന്നു അതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്യാനിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പ്രീപോണ്ട് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ്സുമായിട്ട്. പക്ഷെ അത് ആ സിനിമയുടെ മമ്മൂക്കായുടെ ജഡ്ജ്മെൻറ്റ് അൺബിലീവബിളാണ്. ഒരിക്കലും ഞാനത് മമ്മൂക്ക ക്യാരക്ടർ ചെയ്യുമെന്ന് ഓർത്തില്ല. അത് മമ്മൂക്കായുടെ ഒരു അടുത്ത എക്സ്ട്രാ ഓർഡിനറി സിനിമയാണ് അർജുൻ ചെയ്യുന്ന ക്യാരക്ടർ. അർജുൻ ചെയ്ത ക്യാരക്ടർ ആസിഫ് അലി ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. മമ്മൂക്കാൻ്റെ ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാൾ ക്യാപ്റ്റനായിട്ട് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കണ്ട് പഠിക്കേണ്ടത്. കാരണം മിസ്സാക്കാൻ പാടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിലും കുറച്ച് സംഗതി ചെയ്യായിരുന്നു ആക്ച്വലി ആസിഫ് അലിക്ക്. അർജുൻ മോശമാക്കുന്നതല്ല, അല്ലെങ്കിൽ അർജുൻ ചെയ്ത് വെച്ചത് എന്താണെന്ന് എനിക്ക് അറിയില്ല, ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഇത് കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. കാരണം ഉറപ്പാണ് ഡെഫിനറ്റ്ലി അർജുൻ അശോകൻ്റെ കരിയറിലെ ഒരു ബ്രേക്ക് തന്നെയായിരിക്കും ബ്രഹ്മയുഗം എന്നുള്ളത്. ട്രെയിലർ തന്നെ അത് ഏകദേശം കിട്ടുന്നുണ്ട്. ആസിഫ് അലീൻ്റെ ഇപ്പോഴത്തെ ഒരു ഗ്രാഫ് വെച്ചിട്ട് ബ്രഹ്മയുഗം ആസിഫ് അലീൻ്റെ കരിയറിൽ കയറിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ റിജക്ട് ചെയ്തതേ അല്ല. അത് ആ സിനിമ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ പെട്ടെന്ന്, കാര്യം നമുക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് താടി വളർത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ സിനിമ ചെയ്യാമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുക. ആ സിനിമ പ്രീപോണ്ട് ആവുകയും ചെയ്തു. അപ്പൊ എനിക്ക് വേറൊരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ സിനിമ മമ്മൂക്ക ജഡ്ജ് ചെയ്തു, ആ സിനിമയിലെ ആ ക്യാരക്ടർ മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം എത്ര ഇൻഡ്യൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. കാര്യം അത് ജഡ്ജ് ചെയ്ത് ആ സിനിമ മനസ്സിലാക്കി അത് ചെയ്യാൻ തീരുമാനിക്കാൻ അതിനൊരു ധൈര്യം വേണം. അത് അദ്ദേഹം കാണിച്ചു എന്നുള്ളത് നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മലയാളത്തിന്റെ മഹാനടനായിട്ട് നിൽക്കുന്നത്. എന്താ പറയുക, ഞാൻ ഈ സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഈ സിനിമ ഫുൾ കേൾക്കുകയും സ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്തു. എല്ലാ സിനിമയെ പറ്റി പറയുന്നത് പോലെ ഈ സിനിമ ഓടുകയോ ഇല്ലയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മലയാളത്തിൽ എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നായിരിക്കും അത്. മമ്മൂക്കയുടെ ഏറ്റവും നല്ല പെർഫോമൻസസിൽ ഒന്നായിരിക്കും. ഈവൻ അർജുൻ അശോകന്റെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അത്. ഞാൻ അത്രയും പ്രതീക്ഷിച്ച് ഞാൻ അത്രയും ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു സിനിമ കൂടിയാണ് അത്. അത് അർജുന്റെ അടുത്തേക്ക് തന്നെ പോയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും അർജുന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ആയിരിക്കും ഈ സിനിമയോട് കൂടി കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിരിക്കല്ല, വേറെ വഴിയില്ലല്ലോ. മമ്മൂക്കാൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് ഇതാണ്. എങ്ങനെ ജഡ്ജ് ചെയ്യാം ഒരു പടം എങ്ങനെ ജഡ്ജ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് ആ സംഗതി പഠിച്ചെടുക്കാൻ പറ്റിയ അടിപൊളിയാണ് ആസിഫ് അലിക്ക്. കാരണം ആസിഫ് അലിക്ക് അതിൻ്റെ വളരെ വളരെ ആവശ്യമുണ്ട്.
ഇനിയിപ്പോൾ അർജുൻ അശോകൻ പൊളിക്കും തകർക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് ചെയ്യാൻ, സമയം ഉണ്ടാക്കി ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്യാൻ വെച്ചതാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി വേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ല, വേറെ കമ്മിറ്റ്മെൻറ്റ്സ്, വേറെ സിനിമ കാര്യങ്ങളൊക്കെ ആയിരിക്കാം മേ ബി. ബട്ട് സ്റ്റിൽ ലൈക്ക് പ്രീപോണ്ടായി എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ സിറ്റുവേഷൻസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ മിസ്സാക്കിയതൊരു മിസ്സാണ്, ഭയങ്കര മിസ്സായിപ്പോയി എന്ന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നിപ്പോകുന്നു. ഈ സിനിമയും കൂടി ഇറങ്ങി സിനിമ വേറെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആസിഫ് അലി ശരിക്കും വലിയൊരു മിസ്സായിരിക്കും.